സയ്യിദ് മിർസ സംവിധാനം ചെയ്ത പഴയ പ്രസിദ്ധമായ ഒരു സിനിമയാണ് ആൽബർട്ട് പിൻഡോക്കോ മൂസ ക്യോം ആതാ ഹെ. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് അതുകൊണ്ടാ. ആൽബർട്ട് പിൻഡോക്ക് എന്തുകൊണ്ട് ദേഷ്യം വരുന്നു എന്ന സിനിമയെ പറ്റി ഇപ്പോൾ ഓർക്കാൻ കാരണം നമ്മുടെ ദാവൂദ് സാഹിബിന് എന്തുകൊണ്ട് ദേഷ്യം വരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം രോഷാകുലനാകുന്നു എന്ന വിഷയം നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരുന്നതുകൊണ്ടാണ്. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ഉദ്ദേശം? നമ്മുടെ മീഡിയ വൺ ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹം വെറും ഒരു മാധ്യമ പ്രവർത്തകനോ വെറും ഒരു മാധ്യമ സ്ഥാപനം നടത്തിപ്പുകാരനുമല്ല, അതിലുപരി ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കർ, ഭയങ്കരമായ ആള് എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ. ആ സംഘടനയുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് ഇദ്ദേഹം. അപ്പോൾ ഒരേ സമയത്ത് ബുദ്ധിജീവിയാണ്, മാധ്യമ പ്രവർത്തകനാണ്, മാധ്യമ നടത്തിപ്പുകാരനാണ്, സാമൂഹ്യ വിമർശകനാണ്, രാഷ്ട്രീയ ചിന്തകനാണ്, ദാർശനികനാണ്, തത്വജ്ഞാനിയാണ്, അങ്ങനെ മറ്റു പലതുമാണ്. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ട. എനിക്കും കുറേശ്ശെ ഇഷ്ട. അദ്ദേഹം ഒരു വലിയ ചിന്തകനും വലിയ പണ്ഡിതനും മഹാനായ ഒരു മനുഷ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ദേഷ്യം വരികയില്ല. നിർമ്മമത്വമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് നമുക്കറിയാം. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് പ്രകടമായിട്ട് സന്തോഷം വന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, 2023 ഒക്ടോബർ 7 പാലസ്തീനിൽ ഹമാസ് നടത്തിയ ഒരു വലിയ ചെറുത്തുനിൽപ്പുണ്ട്. അതായത് ഇസ്രായേലിന്റെ അതിർത്തി ലംഘിച്ച് അവിടെ ചെന്ന് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊലപ്പെടുത്തി പട്ടാളക്കാരെ അതുപോലെ കുറച്ചുപേരെയൊക്കെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി. അന്ന് പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഒരു പ്രത്യേക ജീവിതമല്ലേ. പുള്ളിയുടെ ആ നിർമ്മമത്വമൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം വളരെ പ്രകടമായിട്ടും സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സന്തോഷം ഉണ്ടായത് പലസ്തീനിലെ പോലെ ഉണ്ടായില്ല, എന്നാൽ പോലും അതിനോട് അടുത്ത് നിൽക്കാവുന്നതിൽ സന്തോഷം എടുത്തത് ബംഗ്ലാദേശ്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ചില ആളുകൾ ആ കലാപം ഉണ്ടാക്കിയിട്ട് ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് ഓടിച്ചപ്പോഴാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ വലിയ മേൽക്കൈ കിട്ടി. അതുകൊണ്ട് പുള്ളിക്ക് അന്നും സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായ രണ്ട് സന്ദർഭങ്ങളെ ഞാൻ കണ്ടു. ഒന്ന്, ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞ ഹമാസിന്റെ നേതാവ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോഴാണ്. അന്ന് പുള്ളി വളരെ വിസിബിളി അപ്സെറ്റ്, പ്രകടമായിട്ടും ദുഃഖിതനായിരുന്നു. പുള്ളിയുടെ വാപ്പയോ ഉമ്മയോ മരിച്ച പോലും അത്ര സങ്കടം ഉണ്ടാകും. അത്രയധികം ദുഃഖിതനായി അദ്ദേഹത്തിന്റെ ഈ ഭാരം നിറഞ്ഞ ഹൃദയം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതിഫലിച്ചു. പിന്നീട് അതുപോലെ ദുഃഖിതനായി കണ്ടത് ഈ ഹിസ്ബുള്ളക്കാർ എന്ന് പറഞ്ഞ വിഭാഗക്കാരന്റെ അരയിലിരുന്ന് മറ്റേ പേജറുകൾ പൊട്ടിത്തെറിച്ചപ്പോഴാണ്. അന്ന് ഈ പൊട്ടിത്തെറിച്ച് അവരുടെ അരയിലിരുന്നാണെങ്കിലും സങ്കടം കണ്ടത് ഇദ്ദേഹത്തിന്റെ മുഖത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ 4 സന്ദർഭങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായ്പ്പോഴും അദ്ദേഹം വളരെ നിസ്സംഗനാണ്, നിർമ്മമനാണ്, കാര്യങ്ങളൊക്കെ തത്വാധിഷ്ഠിതമായിട്ട് ഇടതിരിച്ച് വിശകലനം ചെയ്യുന്ന ഒരു വിശാരദനാണ്. വലിയ മണ്ട ശിരോമണി, സംസ്കാരത്തിൽ പാണ്ഡിത്യത്തിൽ സംസ്കാരശൂന്യൻ. അദ്ദേഹത്തിന് ഒരിക്കലും രോഷാകുലിനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം വല്ലാതെ രോഷാകുലിനായി. അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അദ്ദേഹം വിറക്കിയത്. വാട്ട് ഈസ് ദി പ്രോബ്ലം? എന്താ പറ്റിയെന്ന് വെച്ചാൽ ആരെങ്കിലും പുള്ളിയുടെ കൂമ്പിലിട്ടിടിക്കുകയോ പുള്ളിയുടെ തന്തയ്ക്ക് പറയുകയോ വല്ലതും ചെയ്തു എന്ന് നമ്മൾ പേടിച്ചു. അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ട്രീ കട്ടർ ചാനലിന്റെ നടത്തിപ്പുകാരൻ മുതലാളിയുമായിരിക്കുന്നു ആൻഡോ അഗസ്റ്റ് എന്ന് പറഞ്ഞ പുമാൻ ഈ മൗദൂദി ചാനലിനെ കുറിച്ച് അത്ര തന്നെ അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തി. അതെനിക്കിഷ്ടമില്ല. ട്രീ കട്ടറുകാരൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ഹവാല പണം കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ്. ഇതൊരു ഹവാല ചാനലാണ് എന്ന് പറഞ്ഞു വന്നത്. അത് കേട്ടപ്പോൾ ദാവൂദിന് സഹിക്കാൻ പറ്റില്ല. പുള്ളിയുടെ വാപ്പയോ ഉമ്മയോ വല്ലതും പറയണമെങ്കിൽ പോട്ടെന്ന് വെച്ചാൽ ഈ ട്രീ കട്ടർ ചാനലുകാരൻ ഇങ്ങനെ നട്ടാക്കുരുക്കാത്തൊരു നുണ പറയുന്നത് ശരിയല്ല എന്നാണ് ദാവൂദ് പറയുന്നത്. ദാവൂദിന്റെ അഭിപ്രായത്തിൽ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച സകല രേഖകളും ഒരു സീൽഡ് കവറിലാക്കി സുപ്രീം കോടതിയിൽ കൊടുത്താണ്. അത് സുപ്രീം കോടതി തുറന്നു നോക്കാതെ എക്സ്റേ പരിശോധനയിൽ കൂടി ഇതിന് യാതൊരു കുഴപ്പമില്ലെന്ന് കണ്ടെത്തി അവർക്ക് പ്രവർത്തന അനുവാദം കൊടുത്താണ്. അപ്പൊ സുപ്രീം കോടതി അനുവദിച്ച ഇന്ത്യ രാജ്യത്ത് വേറൊരു ചാനലും ഇല്ല, അത് മീഡിയ വൺ മാത്രമേ. അങ്ങനെയുള്ള ഒരു ചാനലിനെ കുറിച്ചിട്ടാണ് ഈ മരപ്പെട്ടുകാരൻ, ഈ വീരപ്പൻ, ഈ ക്രിമിനൽ, ജയിലിൽ കിടന്നിട്ടുള്ള ഈ വ്യക്തി ഇതുപോലെ നട്ടാക്കുരുക്കാത്ത ഒരു അപവാദം പറയുന്നത് എന്നാണ്. അതായത് വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് ചോദിച്ച പോലെ ഇത് ഹവാല പണം കൊണ്ടാണെന്നുള്ള ഒഴിച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും കാലാകാലങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ ചാനലിനെ ഹവാല ചാനൽ എന്ന് വിളിക്കുന്നതിന് പകരം ഇതിനെ മൗദൂദി ചാനൽ എന്നോ ജിഹാദി ചാനൽ എന്നോ അതുമല്ലെങ്കിൽ ഹമാസ് ചാനൽ എന്നോ ഹിസ്ബുള്ള ചാനൽ എന്നോ അല്ലെങ്കിൽ മതമൗലികവാദ ചാനൽ എന്നോ വിളിച്ചാൽ ഒരു തെറ്റുമില്ല. ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റില്ല. ദാവൂദിന് പോലും ആക്ഷേപം പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ മുൻസീറ്റിലും പിൻ സീറ്റിലും ഡ്രൈവറുടെ സീറ്റിലും കിളിയുടെ സ്ഥാനത്തും കണ്ടക്ടറായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇതാണ് ഞാൻ പറഞ്ഞത്. തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അവരുടെ രാഷ്ട്രീയ ആദർശങ്ങൾ, മതമൗലികവാദം, മതരാഷ്ട്രവാദം ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ മീഡിയ വൺ ചാനൽ. നിന്റെ ട്രാക്ക് ശരിയല്ല.
വെറുതെ വട്ടം കൂടിയിരുന്ന് സ്മാർട്ടാകാൻ ശ്രമിക്കുക. അതിനെ ജിഹാദി ചാനൽ എന്ന് വിളിച്ചാൽ ഒരു തെറ്റുമില്ല. കാരണം നിഷ്കളങ്കരായ ആളുകളെ ഈ വർഗീയ വിഷം ഇങ്ങനെ വമിപ്പിച്ച് പൊട്ടാസ്യം സയനൈഡിന്റെ അവസ്ഥയിൽ എത്തിച്ചിട്ട് അത് പകർന്നു കൊടുത്ത് സാധാരണക്കാരെ തീവ്രവാദികളാക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ ചിന്താഗതിക്കാരാക്കി മാറ്റുന്ന ഒരു സ്ഥാപനമാണിത്. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാ. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? പക്ഷേ ഈ ട്രീ കട്ടറുകാരന് വിവരമില്ലാത്തതുകൊണ്ടും ബോധമില്ലാത്തതുകൊണ്ടും വാക്സ്വാധീനം ഇല്ലാത്തതുകൊണ്ടും അയാൾ ഹവാന ചാനൽ എന്ന് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതിനെ വിളിക്കേണ്ടത് ജിഹാദി ചാനൽ അല്ലെങ്കിൽ മലയാളത്തിലെ ഏക പാകിസ്ഥാൻ ചാനൽ എന്നൊക്കെയാണ്. അങ്ങനെ വിളിച്ച ഒരു തെറ്റുമില്ല. മാനനഷ്ട കേസ് പോലും നിൽക്കില്ല. ഇനി ആരെങ്കിലും മാനനഷ്ട കേസ് കൊടുത്താലും അത് മജിസ്ട്രേറ്റ് കോടതിയിലെ വരാന്തയിൽ ചെല്ലുമ്പോൾ തള്ളിപ്പോ, അത്രേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ട്രീ കട്ടറുകാരന് പറയാൻ തോന്നിയത് ഇതിന് ഹവാല പണം കൊണ്ട് ഓടുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ആരോപണം ശരിയല്ല. അതൊഴിച്ച് ബാക്കി എല്ലാ ആരോപണങ്ങളും ശരിയാണ് താൻ. ദാവൂദ് സാഹിബ് എത്ര ദേഷ്യപ്പെട്ടാലും എത്ര കോപാകുലനായാലും അദ്ദേഹത്തിന്റെ മുഖം ചുവന്നാലും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഈ ചാനൽ എന്താണെന്നും അതിന്റെ സ്വഭാവം എന്താണെന്നും ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന സകല ആളുകൾക്കും അറിയാം. പിന്നെ അത് അങ്ങാടിപ്പാട്ടല്ലേ. അരിയാഹാരം കഴിക്കാത്തവർക്കും അറിയാം. പ്രമേഹ രോഗമുള്ള കാരണം ഗോതമ്പ് കഴിക്കുന്ന ആളുകൾക്ക് ഇല്ലേ, അല്ലെങ്കിൽ തിനയോ ബാർലിയോ കഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് വരെ അറിയാം ഈ മൗദൂദി ചാനലിന്റെ നടത്തിപ്പുകാരാരാണ്, ഉടമസ്ഥരാരാണ്, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്, സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭാവന എന്താണ് എന്നുള്ള കാര്യമൊക്കെ അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അപ്പോ ദാവൂദ് സാഹിബേ, ഈ പ്രായത്തിൽ ഇങ്ങനെ മനുഷ്യർ കോപാകുലനാവുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ബ്ലഡ് പ്രഷർ കൂടും എന്നല്ലാതെ ഒരു വിശേഷവുമില്ല. സാഹിബ് എത്ര ദേഷ്യപ്പെട്ടാലും എത്ര കോപം അഭിനയിച്ചാലും എത്ര കോപം വന്നാലും ആർക്കും ഇതേക്കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണയില്ല. വെറുതെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കണ്ട.